ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു ഞണ്ട് കറി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തക്കാളി, ഉള്ളി, ജിഞ്ചർ ഗാർലിക്, ചില്ലി, കറിവേപ്പില, ഇത്രയും സാധനമാണ് വേണ്ടത്. പിന്നെ നമുക്ക് ഞണ്ട് വേണം. ഞണ്ട് ക്ലീൻ ചെയ്തിട്ട് എടുക്കുക. പിന്നെ ഒരു ചട്ടി ചൂടാക്കുക, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. അതുപോലെ തന്നെ അതിലേക്ക് ഉലുവ ഇടുന്നതും വെളുത്തുള്ളിയും ഇഞ്ചി ഇടുന്നത് ഇതിൽ ഞാൻ കാണിച്ചിട്ടില്ല, അത് ചേർക്കുക. ഉലുവ ഒന്ന് പൊട്ടി കഴിഞ്ഞതിന് ശേഷം വെളുത്തുള്ളി ഇഞ്ചിയും ചേർക്കുക. പിന്നെ ഉള്ളി ഇട്ട് കൊടുക്കുക. ഉള്ളി ഇട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് മുളക് ഇട്ട് കൊടുക്കാം. മുളകും കൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഒന്നുകൂടെ ഇളക്കിയിട്ട് ഉള്ളിയൊക്കെ ഒന്ന് വാടി വരാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വെക്കാം. ഇനി നമുക്ക് അടുപ്പ് തുറന്നിട്ട് ഉള്ളി ഒന്നും കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്കുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കാം. ചേർത്തിട്ടുള്ള പൊടിയുടെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞാൽ നമ്മൾക്കതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് നമുക്കതൊന്ന് അടച്ച് വെക്കാം. തക്കാളി ഒന്ന് വാടി വരുന്നവരെ ഒന്ന് അടച്ച് വെക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ടെങ്കിൽ ഇനി നമുക്കിതിലേക്ക് ഞണ്ട് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും മസാല എത്തുന്ന വരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് കുറച്ച് നേരം അടച്ചു വെച്ചിട്ട് വേവിക്കാം. അടുപ്പ് തുറന്നിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഈ സമയത്ത് കറിവേപ്പില ഇടുമ്പോൾ അതിൻ്റെ ഫ്ലേവർ നന്നായിട്ട് കറിയിലേക്ക് കിട്ടും. അതുകൊണ്ടാണ് ഈ സമയത്ത് ഇട്ട് കൊടുക്കുന്നത്. ഏകദേശം ഞണ്ട് കറി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ മുകളിൽ കുറച്ച് കറിവേപ്പില വെച്ചിട്ടുണ്ട്, അത് വേണമെങ്കിൽ വെച്ചാൽ മതി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റുള്ള ഞണ്ട് കറിയാണ്. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.